ആരും കണ്ണ് ഉറക്കരുത് കേട്ടോ. ഞാൻ വാ, അപ്പൊ താഴെ വീഴരുത്. ഓ എത്താറായിട്ടോ. കുറച്ച് സ്പീഡ് കൂട്ടിക്കോട്ടെ. ആ ചുമ റൈറ്റ് സൈഡിലേക്ക് എടുപ്പിക്കൂ. ഡ്രസ് കഴിഞ്ഞു അല്ലേ? പടിയെത്താറായി. അച്ചു പടി എടുത്തുണ്ട്. 1 2 3 4 5 6. അച്ചുവിന്റെ പടി കഴിഞ്ഞു. ചേച്ചിയുടെ പടി ഇപ്പൊ കഴിയും. അതിന്റെ മോള് ഒരു പടി കൂടെ വേണ്ട. ആ താഴെ വീഴല്ലേ? ഇഷുന്നും താഴെ വന്നിട്ട് പൊട്ടിയ രസം ഉണ്ടാവില്ല. ഇതാ കുഴപ്പല്ലേ? എനിക്ക് 10 വട്ടം അപ്പണ്ട പഠിക്കണ്ടല്ലോ. പിന്നെ ഇതല്ലേ എനിക്ക് രസവും. അമ്മ ഫ്രൂട്ട്സിനെ നോക്കും. സൈൻ ഓഫ് പ്രോസ്പെരിറ്റി. പിന്നെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. പിന്നെ കണ്ണാടിയിൽ ആവശ്യം തന്നെ നോക്കട്ടെ. അയ്യോ തുറന്നോ? പകുതി ഉറക്കത്തിലാണോ? പടിയുണ്ട് കേട്ടോ. വരുന്നോളൂ. ഊരെ നോക്കണ ചോള. ഓ കണ്ണ് കാണുന്നില്ല. അതെന്താ? കണ്ണട ഇല്ലാത്തോണ്ട്. നമുക്ക് വിശ്വസിക്ക് ഇത് കാണിക്കാം കണി. കാരണം വിശ്വസിച്ച് കാനഡയിലാണ്. കണ്ണടക്കില്ല. കണ്ണടയാ? സാരില്ല, കണ്ണടച്ച് ലിഫ്റ്റിൽ നിന്നാ മതി. വിശിച്ചേച്ചി വരുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ ഇറക്കിയതാ. കൂടുതൽ അമ്മയായിരുന്നു കുറച്ച് ഞാൻ ചെയ്തു. വെള്ളരിക്ക നോക്കൂ. പൈസയും ഫ്രൂട്ട്സും ചക്കയും അപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം. സോറി, നെയ്യപ്പം. ഞാൻ ഓടും. തലശ്ശേരിയിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ. ഞാൻ ഉയിന്ന് പറഞ്ഞ ആകാശേട്ടനും പേടിയാവല്ലേ? അയ്യൻ കിട്ടിയില്ല. വേണ്ട, അയ്യൻ പടക്കങ്ങൾ സ്പോൺസർഡ് അല്ല, പക്ഷെ കിട്ടിയില്ല. അയ്യൻ പടക്കത്തിനെന്താ? നല്ല പടക്ക. ഓക്കെ, പൂത്തിരി വേണം കുറച്ച്. നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാം. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫുൾ എനർജറ്റിക് ഗുഡ് മോർണിംഗ് ചെയ്യണം. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, 1 2 3. ഗുഡ് മോർണിംഗ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അച്ഛാ കൈ നീട്ടോ. എന്താ അത് പറയുമ്പോ മാത്രം ഒരു മിണ്ടാത്ത വീഴുന്നു. കഴിഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് നമ്പർ കൂടി കൂടി വരട്ടെ. പൂജ്യത്തിന്റെ നമ്പർ കൂടി കൂടി വരട്ടെ. ഇപ്പൊ ബാക്കിൽ നിന്ന് ആകാശന്റെ ഷർട്ട് 2ആയി പിളർന്ന് കീറും. അല്ല അല്ല, ആകാശനെ മസിൽ മന്നെന്ന് വിളിച്ച. ആയുഷ്മാൻ ഭവ.
ഈ കൈനീട്ടം കൊണ്ട് ഞാൻ റിച്ചായി. ഞാനാണോ ഇത്രയും? ഞാൻ വിഷുവിന് ആരെ കാലം വേണം പിടിക്കാം. നീ ഇങ്ങനെ പിടിച്ചിട്ട് കാല് പിടിക്കണോ? കാല് രണ്ട് കൈ ശരിയാ, തീർച്ചയായിട്ടും. എന്നാലേ പൈസ വരുള്ളൂ. നന്നായി വാ, നന്നായി വാ. ഇനി ആകാശായിട്ട് നമ്മളപ്പോ എല്ലാരും അമ്പലത്തില് പോകുന്നതാണ്. സമയം കൊറേ ആയി. തിരക്കാന്ന് തോന്നല്ലേ അമ്പലത്തില്? ഭയങ്കര തിരക്കാ. ഹായ് പറ. കഴിഞ്ഞ വീഡിയോയിൽ അച്ഛന്റെ ഹായ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഹായ് ഹാപ്പി വിഷു. ഹായ് ഹാപ്പി വിഷു. ലെറ്റ്സ് ഗോ. നമ്മളെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. തിരുവങ്ങാട് അമ്പലം ഇസ് ശ്രീരാമസ്വാമി ടെമ്പിൾ. ഭയങ്കര വിഷു മഹോത്സവമാണ് ഇവിടെ. അപ്പം ഇറ്റ്സ് വെരി നൈസ്. ഫോണാ വേണ്ടപ്പാ, എന്റെ അടുത്തില്ലേ? ഇതാണ് നമ്മൾ എന്നാ കാർ പാർക്കിംഗ് ഉണ്ട് വെച്ച ഫുള്ളാന്ന് വെച്ചാ. ഇതാണ് നമ്മളുടെ ശ്രീരാമസ്വാമി അമ്പലം. നമ്മൾ എപ്പോഴും ഇവിടെ വരും. വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാല് കേൾക്കണം. ആ മീന് ഇത് മറ്റേ ഇതുണ്ടെങ്കിൽ ഗോപുരം നോക്കി ഇവിടെ ഒരു ദിവസം ആകാശം വരണം. ഇതിൽ കൂടെ കാര്യം പോകേണ്ടി. ആ പോവാലോ. ഞാൻ നിങ്ങളോട് രാത്രിപൂജ കഴിക്കുന്നില്ലേ പറഞ്ഞേ? നിങ്ങൾ 10 രൂപേന്റെ കിട്ടിന് പോന്ന് രാത്രിപൂജക്ക് 200 കൊടുക്കുക. നമുക്ക് രാത്രിപൂജ കണ്ടിട്ട് നേരിട്ട് പറഞ്ഞെടുത്തല്ലേ എന്നാ പിന്നെ ഇന്ന് നമ്മള് വടയാണ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ എപ്പോഴും ഇവിടെ ഒരു പട്ടരിന്റെ കടയുണ്ട് അമ്പലത്തിന്റെ അടുത്ത്. അവിടെ പോയിട്ടാണ് നമ്മൾ വട കഴിക്കുന്നത്. ഹൗ ഇസ് ഇറ്റ് ആകാശ്? ആ സോറി, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നെന്നാ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും അമ്പലത്തിൽ കൊറേ ആൾക്കാര് നമ്മളോട് അന്ന് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഷൗട്ട് ഔട്ട്. ഒരു കാര്യം കൂടി വേണം. ചട്നി സാമ്പാർ ചട്നി മിക്സ്. ക്രിസ്പി വട. അത് പുറത്ത് ക്രിസ്പി ഉള്ളിൽ. ഇപ്പൊ നമ്മള് എന്റെ അച്ഛമ്മേനെ കാണാനാണ് വന്നിട്ടുള്ളത്. ഇതാണ് എന്റെ അച്ഛമ്മ. അച്ഛമ്മ എത്ര വയസ്സുണ്ട് പറ? അതൊന്നും പറയൂല. സെഞ്ചുറി അടിക്കാൻ 5 റൺസ് വേണം. എല്ലാരോടും ഹായ് പറ. ഹായ് ഹായ് എന്ന് പറ. ഹായ് എന്ന് പറ. ഹായ് ഹായ് എന്ന് പറ. എന്തിന് ഇത്രക്കാരും പണിയെടുക്കുന്നേ? വെറുതെ ഇരിക്കാൻ കഴിയൂല. ഹൈപ്പർ ആക്റ്റീവ്. ഇപ്പോഴും വടിയെല്ലാം കുത്തിയിട്ട് അടിച്ചെല്ലാം വരും. ഓലയെല്ലാം ചത്തു. നിക്കാൻ പറ്റൂല്ലേ? അങ്ങനെ ഇല്ല കുടിക്കണ്ട നിങ്ങൾക്ക് ഫാൻറ്റാ. അത് കുടിച്ചോളാം. ഫാൻറ്റാ എല്ലാ ദിവസവും ഫാൻറ്റ കുടിക്കോ? അതെ രഹസ്യം. ഫാൻറ്റ എല്ലാ ദിവസവും കുടിക്കാം. ഫ്രിഡ്ജിലുണ്ടല്ലോ. ഓള് വരുമ്പം വാങ്ങിക്കൊണ്ടിരുന്നു.
ധൈര്യോ എനിക്ക് പറ്റിയോള് ആ ധൈര്യം ഈ മോക്കെ കിട്ടിയിട്ടില്ല. ഓള് പ്രസവിച്ചല്ലേ ഞാൻ പറഞ്ഞു. അനക്ക് ഉണ്ട് 2 കുട്ടികളെ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വെച്ചിട്ട് വന്നയാളെ. വീട്ടിൽ വെച്ചിട്ട് 2 കുട്ടികളെ. ഞാൻ നേരെ പ്രസവിച്ചു. അനക്ക് എത്ര കുട്ടികൾ വേണമെന്ന് പറ. നിങ്ങൾ പറ. 2, ഒരാണും ഒരു പെണ്ണ്. 3 ആക്കാം. വേണ്ട 3 വേണ്ട. 3 വേണ്ട. 3 എടുത്താൽ 4 അടിക്കണം. അങ്ങനെയാ? ഞാൻ 6 പ്രസവിച്ചു. 6 പ്രസവിച്ചത്. അപ്പൊ നമുക്ക് 2 മതി. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോ 2 ആയിട്ട് വരാം. ഓക്കെ പറ. ഹാപ്പി വിഷു. ഓക്കെ 3 വട്ടം പറഞ്ഞു. ഓക്കെ എവിടെയാ നമ്മള് പോന്നെ? മോര് വാങ്ങാൻ. മോരില്ല. മോര് നമ്മള് മിൽമേല് വന്നിട്ടാണുള്ളത്. ഒന്നുമില്ല. ഓ ഷിറ്റ്. ഇല്ല. വേറെ കടയിൽ പോണം. മോരും ഇല്ല, സംഭാരവും ഇല്ല. ഒന്ന് വിഷു ആയതുകൊണ്ട് എല്ലാരും വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടാവും. അവിടെ സംഭാരം കാണിക്ക്. അതേ ആത്തിലല്ല അതെനിക്ക് രതീഷ് ആയിപ്പോയി. രതീഷ് സംഭാരം. അയ്യോ ഇത് എടുക്ക്, കാണിക്ക്. മോര് ചൂടെടുക്കുന്ന എത്ര റുപ്യ? 5 റുപ്യ. ഇതാണ് വള്ളിയമ്മ. ബാംഗ്ലൂർ ഡേയ്സിലെ ദാസിനെ നോക്കുന്ന ഒരു തമിഴത്തില്ലേ, ഇത് അതേപോലെയാണ്. എന്നെ എന്തോ കണ്ണെടുത്താ കണ്ടൂടാ. കാന്താരില്ല ഈടെയാ പുറത്ത്. എന്ത് കൊടുക്കണം? വേപ്പും പിണ്ണാക്ക്. എന്തിനാ വേപ്പും പിണ്ണാക്ക്? വളമല്ല, കീടങ്ങൾ വരൂല. കീടങ്ങൾ പോക്കാൻ വേണ്ടി. എവിടത്തെ വെയിലിന് ഭയങ്കര ശക്തി. എനിക്ക് ഇവിടെ നിന്ന് വെയില് വേണ്ട. കാനഡയിൽ നിന്ന് ഞാൻ വെയില് എന്ന് പറഞ്ഞ കരിയെങ്കിലും എനിക്കിപ്പോ വെയില് വേണ്ട, താല്പര്യമില്ല. മെരിക്കാനായി ചൂടെടുത്തിട്ട്. കറിവേപ്പില, പിന്നെ ബബ്ലൂസ് നാരങ്ങ. നാരങ്ങന്റെ ഇലയല്ലേ? പിന്നെ ഇഞ്ചി. നമ്മള് അമ്മിക്കല്ലിലാണ് അരക്കാൻ പോന്നെ. നമ്മളോ? ഞാൻ ഇല്ല, നമ്മള് ഞാൻ ചെയ്യട്ടെ. ഓ ടേസ്റ്റ് ഉണ്ടോ? നമുക്കിത് കുടിച്ചു പോകാം. പിടിക്ക. സദ്യ ടൈം. അപ്പേരി ഉപ്പേരി എല്ലാം ഉണ്ട്. ഇതെന്ത് ഇവിടെ പറ്റിയേ? എങ്ങനെയാ ഇല വെക്കണ്ടേ? ഇടത് വല അങ്ങനെയാ? നമ്മള് കഴിക്കുന്ന ഭാഗത്തായിരിക്കണം ഇവിടെ. റൈറ്റ്. വീതി കൂടുതൽ എന്നുള്ളതാണ് എന്റെ ശരിക്കും കണക്ക്. ഓക്കെ. ശരിക്കുള്ള കാര്യം ചോറ് ഉണ്ട ചോറാണ്. ഈ ചോറിന് എന്താ പറയാ? എന്ത് ചോറാ? മകേഷൻ എന്താ കയ്യില് ഇതെല്ലാം ഇട്ടിട്ട്? അമ്മ ഇങ്ങോട്ട് നിക്കമ്മ. നിക്ക്. എല്ലാവരുടെയും ഡ്രസ്സും ഔട്ട്ഫിറ്റ്സ് എല്ലാം കാണട്ടെ. ഓ ഗ്രീൻ ബ്ലൂ. അതെ, അച്ചേച്ചി വന്നു. എല്ലാരും നിക്ക് നോക്കട്ടെ. അമ്മ അതെ, കല്യാണത്തിന് ഒരുക്കി വെച്ച ഒരു ആനക്കുട്ടികളെ പോലെയുണ്ട്. അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയോ? ആകാശന്റെ അമ്മയും ഒരുങ്ങി വന്നിരിക്കുന്നു. നാണോ എല്ലാവർക്കും? സാമ്പാർ വന്നു.
പപ്പടം ഇല്ല. അതിന് പപ്പട വെച്ചേ എന്തായേ? അമ്മ എന്റെ മുണ്ടിൽ കറി മറച്ചു. ഓ, ആദ്യമായിട്ട് ആകാശേട്ടന്റെ കയ്യിൽ നിന്നല്ലാണ്ട് വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു സന്തോഷം. ഷിന്ദു പപ്പടം. പപ്പടം ആയിരുന്നോ? പപ്പടം എടുക്കാം. ആകാശം വാ. പ്രാവശ്യം സദ്യ അച്ഛന്മാരാണ് വിളമ്പിയത്. അതുകൊണ്ട് അവരെന്നെ സ്വന്തം പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര കാലമായാലും നമ്മളെല്ലാരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? 2 years. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇനി ബോംബ് പൊട്ടിക്കാൻ പോന്ന. കാരണം നമ്മൾ തലശ്ശേരിക്കാരല്ലേ. അപ്പൊ നമ്മള് ബോംബ് പൊട്ടിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. അതാ ഓടിക്കോ. എന്റെ പൊന്നു മതി കത്തിച്ച. കൊല്ലത്തൊരിക്കലേ കത്തിക്കുള്ളൂ, എല്ലാ ദിവസവും കത്തിക്കുന്നതിന്റെ രസമുണ്ട്. 366 ദിവസത്തിൽ ഒറ്റ നമ്മളിങ്ങനെ ഒരു കുളം കാണാൻ പോണം. ഫുൾ കൺഫ്യൂഷൻ. ഞാനിവിടെ പോലെ ഇവിടെ ആരും അങ്ങനെ കാണാത്തൊരു കുളം ഉണ്ട്. അച്ഛൻ ആ കുളം കണ്ടിട്ടില്ല. ഏത് കുളം? ഏത് കുളം? നമ്മളൊരു കുളം കാണാൻ പോകുന്നതാണ്. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട്. അതെ, ലൈറ്റ്സ് റെയിനും ഉണ്ട്. പറ്റിപ്പോയല്ലേ? പറ്റിപ്പോയോ? അതിന് പടവെല്ലാം ഉണ്ടായിട്ടില്ലേ? കുളം കാണാൻ പോയപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ ആ കുളത്തിലെ പടവ് മൊത്തം വെട്ടിക്കിടക്കാം. ഈ മരത്തില് പ്രേതം ഉണ്ട് എന്നാ പറയുന്ന കേട്ടിട്ടുള്ള. വേഗം വന്നോ. നല്ല മരാണ്. നല്ല മഴ വരുന്നുണ്ട്. എനിക്കിപ്പൊ ചീത്ത കിട്ടും. ബിക്കോസ് ഈ കുളത്തിൽ പോവേണ്ട ഐഡിയ എന്റേതായിരുന്നു. ഇനി വീട്ടിലേക്ക് തിരിച്ചടക്കാം. ഓ വാ. അച്ചേച്ചി പറയാ ബാക്കിന്ന് കാണുമ്പോ നമ്മളെ രണ്ടാളെയും കാണാൻ വെള്ളാട്ട പോക്കറിനെ പോലെ ഉണ്ട്. ഇന്ന് ഭയങ്കര വണ്ടി വരുന്നുണ്ട്. അതും പ്രേതത്തിന്റെ വരുന്നുണ്ട്. ആരും ഇല്ല. ഇല്ല, പ്രേതത്തിന്റെ മരമൊക്കെ കണ്ട്. അതെ, അവിടുന്ന് 2 വെള്ളാട്ട പോക്കർ ഇങ്ങനെ നടന്ന്. എന്റെ ഐഡിയ എപ്പോഴും പെട്ടെന്ന് മഴ പെയ്തു. അപ്പൊ നമ്മളെല്ലാരും ഒരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആൻഡ് യു നോ വാട്ട്, ലൈഫ് ഫീൽസ് വെരി ഗുഡ്. It's raining, you're with your family, and it's Vishu. ഇടിയുണ്ട്, മിന്നലുണ്ട്. And after so long, ചായന്റെ കുറവുണ്ട്. ഇപ്പൊ നമുക്ക് മണ്ണിന്റെ മണം. It's called petrichor, right? Petrichor മണക്കുന്നുണ്ട്. And it's so good. നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു ചായ ഇട്ടാലോ? ഇന്നലത്തെ വിഷുവിന്റെ വ്ലോഗ് എനിക്ക് മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യാൻ ഞാൻ അതിന്റെ എൻഡിങ് പാർട്ട് എടുത്തില്ല. ബിക്കോസ് ഐ ബിക്കെയിം വെരി ഡിസ്ട്രാക്റ്റഡ്. പിന്നെ എന്തെല്ലോ പടക്കം പൊട്ടിച്ച് അമ്പലത്തിൽ പോയി അങ്ങനത്തെ കുറെ എന്തെല്ലോ ഡിസ്ട്രാക്ഷൻസ് വന്നുപോയി. അതുകൊണ്ട് എൻഡിങ് പാർട്ട് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു എൻഡിങ് പാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പം ഉള്ളത് ആകാശേട്ടന്റെ തറവാട് വീട്ടിലാണ്. സോ ഇവിടെ നമ്മളെല്ലാരും ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് ഐ ലുക്ക് വെരി ടാൻഡ്. ഭയങ്കര ടയേർഡ് ടാൻഡ് ആണ്. ഇനി ഞാൻ സൂര്യൻ വേണം എന്ന് ഞാൻ പറയൂല. നല്ല ചൂടുണ്ട് ഇവിടത്തെ വെയിലിന്. അൺസഹിക്കബിൾ. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് ഷോ. ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റഡ്. ഫോർ അസ് വിഷു, ഇന്നലെ ഉണ്ടായ വിഷു വാസ് ലൈക്ക് അടിപൊളി മൈൻഡ് ബ്ലോയിങ് വിഷു ആയിരുന്നു. കാനഡയിലുള്ള വിഷു അടിപൊളിയാണല്ലേ?
നമ്മളും കഴിഞ്ഞ പ്രാവശ്യം പടക്കം പൊടിച്ചില്ല, കണി വെച്ചിരുന്നു, പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും കൂടി സദ്യ ഉണ്ടാക്കിയിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് യു നോ യെസ്റ്റർഡേ വിത്ത് ഫാമിലി സദ്യ, പിന്നെ മഴ പെയ്തു, കുളം കാണാൻ പോയി, ഇതൊക്കെ ഭയങ്കര മെമ്മറിയിലേക്ക് എന്താ പറയാ, മെമ്മറിയിലേക്ക് എഴുതപ്പെടാൻ പാകമുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. So that's everything for today's maybe for yesterday's vlog. Thank you so much for watching. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഒരു ഹാപ്പി വിഷു ആൻഡ് ഹാപ്പി വെക്കേഷൻ ഓർ വാട്ട് എവർ. എല്ലാവരും അടിപൊളിയായിരിക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ശുഭദിനം എവരിബഡി. ബൈ.